നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വാരഫലമാണ് നിങ്ങളുടെ ഈ ആഴ്ചയാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ചത്തെ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി പ്രിയമുള്ള പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ വാരത്തിൽ ശുക്രൻ മേടൻ രാശിയിലാണുള്ളത്, വ്യാഴം മിഥുനൻ രാശിയിലും, കേതു ചിങ്ങൻ രാശിയിലും, ചന്ദ്രൻ ധനുവിലും, 12-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ശനിയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ രാശിക്കാർക്കും ഈ വാരഫലം, ഈ വാരക്കാലം ആഴ്ച എപ്രകാരമായിരിക്കുമെന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ഒരു കേസരി യോഗം രാശിക്കുണ്ട്. ധനുരാശിയിൽ ഇന്ന് നിൽക്കുന്നത് രാശിയിൽ ചന്ദ്രനാണ്. 3-ാം ഭാവത്തിൽ ബുധൻ രാഹു, 4-ാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ശനി, 5-ാം ഭാവത്തിൽ ശുക്രൻ, 7-ാം ഭാവത്തിൽ വ്യാഴം, 9-ാം ഭാവത്തിൽ കേതു. ഇവിടെ അഷ്ടമാധിപനായ ചന്ദ്രനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. വിദത്തേതമം, ക്ഷീണദേഹം, ദരിദ്രം, ശാരീരികമായ അവശതകളെ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ദീർഘായു യോഗമുണ്ട്, കേസരി യോഗമുണ്ട്. പക്ഷേ എങ്കിലും അഷ്ടമാധിപൻ്റെ കേന്ദ്രഭാഗസ്ഥിതി അത്ര നല്ലതല്ല. രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കണം. രാത്രിയുള്ള സമയത്ത് വാഹനാപകടമുണ്ടാകും. കാരണം 4-ാം ഭാവം അധോമുഖ രാശിയാണ്. അവിടെ സൂര്യനും ചൊവ്വയും ശനിയും നിൽക്കുന്നു. അതിന് പുറമെ ധനുരാശി നിശാരാശിയാണ്. ഗോജാശി കർക്കി മിഥുന സമൃഗ നിശാഖ്യാഹ. ഗോ അജ അശ്വി അശ്വി ധനു. നിശാരാശിയാണ്, രാത്രി യാത്രയാണ്, അധോമുഖ രാശിയാണ്. രാത്രിയിൽ അപകടമുണ്ടാവുക, അസമയത്തുള്ള യാത്ര വളരെ ജാഗ്രത പാലിക്കണം, ബുദ്ധിമുട്ടുകൾ വരും. ഇവിടെ 7-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. 7-ാം ഭാവാധിപൻ പ്രബലനായി 3-ാം ഭാവത്തിലുണ്ട്. നല്ല ചില വ്യാപാര ബന്ധങ്ങളുണ്ടാകാം, സാമ്പത്തികമായ ഗുണങ്ങളുണ്ടാകാം. സന്താന വിഷയങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ലാഭാധിപനായ ശുക്രൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. സുപുത്രയോഗീം എസ് ശുക്രോന്ന പുത്രേ. ഇവിടെ നല്ല സന്താന ശ്രേയസ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് തങ്ങളുടെ പൗത്രന്മാർ അല്ലെ പൗത്രിമാരുടെ വിവാഹത്തിൻ്റെ സമയമാണ്. വിവാഹ തീരുമാനങ്ങൾ വീട്ടിൽ വരാം. കാരണം 7-ാം ഭാവത്തിൽ വ്യാഴമാണ്. സൗമ്യ സപ്തമകെ വിവാഹ ഘടന, നല്ല വിവാഹത്തിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ദാമ്പത്യത്തിന് മനോഹാരിത വരുന്നു. ചില സ്ത്രീകളൊക്കെ തൻ്റെ ലൈഫിലേക്ക് കയറി വരും. തൻ്റെ മനസ്സും വളരെയധികം പ്രണയാർദ്രമാകുന്ന ഒരു സമയമാണ്. 5-ൽ ശുക്രനാണ്. വളരെയധികം റൊമാൻറ്റിക് ആകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക. അത് എഴുത്തിലൂടെയായാലും കവിതകളിലൂടെയായാലും ലേഖനത്തിലൂടെയായാലും പലർക്കും പേരും പ്രശസ്തിയും ഉണ്ടാക്കാം തങ്ങളുടെ കലാപാടവത്തിലൂടെ. കാരണം കവി എന്ന് വിളിക്കുന്ന ശുക്രൻ ബുദ്ധിസ്ഥാനത്തുണ്ട്. ധാരാളം എഴുതുവാനുള്ള നല്ലൊരു സൗഭാഗ്യം വരുന്നു. ഈ വാരം വളരെ നല്ലതാണ്. ധനുരാശിക്കാർക്ക് വാഹനാപകടം ശ്രദ്ധിക്കണമെന്ന് മാത്രം.